ഇന്ന് മീൻകാരൻ അയക്കൂറയും തൂക്കി പിടിച്ചോണ്ടാ വന്നത്. അയക്കൂറ മാത്രമേ ഉള്ളൂ, നല്ല വിലയുമാണ് കേട്ടോ. ഇതിപ്പോൾ 700 ഗ്രാമേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അയക്കൂറ കണ്ടപ്പാണ് നല്ല ബിരിയാണി വെച്ചാലോ എന്ന് വിചാരം വന്നത് കേട്ടോ. പിന്നെ വിചാരിച്ചാൽ പിന്നെ ഉണ്ടാക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കത്തി സൂപ്പറാണ് കേട്ടോ, നൈസായിട്ട് മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അയക്കൂറൊക്കെ മുറിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പൊരിക്കാനുള്ള മസാല പുരട്ടി വെക്കുക. ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, വിനാഗിരി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അയക്കൂറൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ട് മസാല പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം ബിരിയാണിക്ക് നല്ല സവാളൊക്കെ വേണ്ടേ, അപ്പം സവാളയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം സവാള മുറിക്കൽ ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് ഈ സവാള മുറിക്കുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ നീറി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കുറച്ച് സവാള മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുറിച്ച് വെച്ച സവാള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. റൈസിലേക്ക് വറുത്ത് കോരി വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയിലേക്ക് തക്കാളി ഇട്ട് സോഫ്റ്റ് ആക്കിയതിന് ശേഷം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ തൈര്, മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മീൻ പൊരിച്ചിട്ടിട്ട് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മസാല അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ നീരൊക്കെ അങ്ങ് അതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പം ഞാൻ ദമ്മിടാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അയക്കൂറ ബിരിയാണി വിളമ്പിയാലോ. അപ്പം മീൻ കഷ്ണവും മസാലയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചോറും വിളമ്പിയിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ഫിഷ് ബിരിയാണി, അയക്കൂറ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കൂടെ അച്ചാറാണ് കേട്ടോ, തൈര് ഉണ്ടായിട്ടില്ല. തൈര് മസാലയിൽ ചേർത്തപ്പോൾ കഴിഞ്ഞു പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.